ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. യൂട്യൂബ് വീഡിയോ കണ്ട് നിർമ്മിച്ചത് പറക്കുന്ന വിമാനത്തെ. ചെറുപ്പകാലത്ത് ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തെ നോക്കി അതിശയിക്കാത്തവർ ചുരുക്കമായിരിക്കും. ആകാശയാത്രകൾ പതിവാകുന്നതോടെ വിമാനത്തോടുള്ള ജിജ്ഞാസ നമ്മളിൽ പലർക്കും അവസാനിക്കും. എന്നാൽ പ്രായം കൂടുന്തോറും വിമാനത്തോടുള്ള താല്പര്യം വർദ്ധിച്ചാൽ എന്തു ചെയ്യും? കംബോഡിയൻ സ്വദേശി പെങ്ലോങ് തുറന്നുവെക്കുന്നതും വിമാനത്തെ കൈയടക്കി പിടിച്ച അധ്യായമാണ്. തപാൽ വഴിയാണ് നീന്തൽ പഠിച്ചതെന്ന പ്രയോഗം പരിഹാസരൂപേണ നമുക്കിടയിൽ ശക്തമാണ്. ഇന്ന് എന്തിനും ഏതിനും ഇന്റർനെറ്റ് നിലകൊള്ളുമ്പോൾ അസാധ്യമായത് ഒന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് പെങ്ലോങ്. 3 വർഷം നീളുന്ന യൂട്യൂബ് വീഡിയോ പഠനം കൊണ്ട് ഈ 30 വയസ്സുകാരൻ സ്വന്തമായി നിർമ്മിച്ചത് പറക്കുന്ന ഒരു വിമാനത്തെ തന്നെയാണ്. 6ാം വയസ്സിൽ മനസ്സിൽ കടന്നു പിടിച്ച വിമാനത്തെ 30 വയസ്സിൽ തുറന്നുവിടുകയാണ് പെങ്ലോങ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് സ്കൂൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിന്നുപോയ പെങ്ങിനെ കാത്തിരുന്നത് മെക്കാനിക്കിന്റെ കുപ്പായമായിരുന്നു. 20 വർഷ കാലയളവിൽ സ്വദേശമായ സെയിങ് റിയങ്ങിൽ പെങ് അറിയപ്പെടുന്ന മെക്കാനിക്കായി മാറി. എന്നാൽ 30ാം വയസ്സിലും വിമാനമെന്ന മോഹത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലായിരുന്നു പെങ്. തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ സ്വന്തം ഗ്യാരേജിൽ പണിതുയർന്ന വിമാനത്തിനായി ചെലവഴിച്ചു. ആദ്യകാലത്ത് വളരെ രസകരമായി വിമാനം നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നതെന്ന് പെങ് പറയുന്നു. ജനങ്ങൾ കളിയാക്കുമെന്ന് ഭയന്ന് രാത്രികാലങ്ങളിൽ പെങ് ഉറക്കമുളച്ചാണ് വിമാന നിർമ്മാണത്തിൽ മുഴുകിയത്. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ജാപ്പനീസ് യുദ്ധവിമാനത്തെ മാതൃകയാക്കിയാണ് പെങ് വിമാന നിർമ്മാണം ആരംഭിച്ചതും. ഒടുവിൽ പെങ് നിർമ്മിച്ച 5.5 മീറ്റർ വിങ് സ്പാനുള്ള സിംഗിൾ സീറ്റർ വിമാനം ഏവരെയും അതിശയിപ്പിച്ചു. ഏകദേശം 7 വർഷം ചെലവഴിച്ചാണ് പെങ്ങിന്റെ ഗ്യാരേജിൽ നിന്നും വിമാനം ഉയർന്നത്. ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളാണ് പെങ്ങിന്റെ വിമാനത്തിൽ ഭൂരിഭാഗവും ഇടം പിടിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് കാലില്ലാത്ത പ്ലാസ്റ്റിക് കസേരയാണ് പെങ്ങിന്റെ പൈലറ്റ് സീറ്റ്. കാർ ഡാഷ്ബോർഡിൽ ഒരുങ്ങുന്നതാണ് കൺട്രോൾ പാനൽ. പഴയ ഗ്യാസ് സിലിണ്ടറിൽ നിന്നുമാണ് വിമാനത്തിന്റെ ബോഡി രൂപപ്പെട്ടിരിക്കുന്നത്. 2017 മാർച്ച് 8 വൈകുന്നേരം 3 മണിയോടെ പുറം ലോകമറിയാതെ പെങ്ങിന്റെ വിമാനം ആദ്യമായി ഉയർന്നത്. 3 പേരുടെ സഹായത്താൽ സമീപമുള്ള റോഡിൽ നിന്നുമാണ് പെങ്ങിന്റെ വിമാനം പറന്നുയർന്നത്. ഏകദേശം 300ഓളം ഗ്രാമവാസികൾ വിമാനം പറക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. സ്വന്തമായി നിർമ്മിച്ച വിമാനത്തിന്റെ കോപ്റ്ററിൽ സ്ഥാനമുറപ്പിച്ച പെങ്ങിന് സുരക്ഷ ഒരുക്കിയിരുന്നത് ഒരു മോട്ടോർ സൈക്കിളിന്റെ ഹെൽമറ്റ് മാത്രമാണ്. വേഗത കൈവരിച്ച പെങ്ങിന്റെ വിമാനം വായുവിൽ 50 മീറ്ററോളം ഉയർന്നെങ്കിലും നിർഭാഗ്യവശാൽ തിരികെ നിലത്ത് വീഴുകയായിരുന്നു. വിമാനത്തിന്റെ ഭാരം 500 കിലോഗ്രാമാണ് നിലത്ത് വീഴാൻ കാരണമായതെന്നും പെങ് പറയുന്നു. പരിഹാസചിരികൾ പെങ്ങിനെ തേടിയെത്തിയെങ്കിലും പിന്തിരിയാൻ പെങ് തയ്യാറായിരുന്നില്ല. കൂടുതൽ നിശ്ചയദാർഢ്യവുമായി പെങ് സീപ്ലെയിൻ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണിപ്പോൾ. ഭാരം കുറഞ്ഞ സീപ്ലെയിനെത്താൻ നിർമ്മിച്ച് പറത്തുമെന്ന് പെങ് ഉറച്ചു വിശ്വസിക്കുന്നു. ഏകദേശം 6.40 ലക്ഷം രൂപയാണ് ആദ്യ വിമാനത്തിനായി പെങ് ചിലവഴിച്ചത്. പിന്നാലെ നിർമ്മാണം ആരംഭിച്ച സീപ്ലെയിനായി 1.93 ലക്ഷം രൂപ പെങ് ഇതുവരെ ചെലവഴിച്ചു. കേവലം 9,000 രൂപ ശരാശരി വരുമാനമുള്ള പെങ്ങിന് ഈ തുക വലിയ ജീവിത സമ്പാദ്യം തന്നെയാണ്. ഈ മാസമാണ് സീപ്ലെയിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ പെങ് നിശ്ചയിച്ചിരിക്കുന്നത്. പെങ്ങിന്റെ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ്. ജൂലൈ മാസം പറക്കാൻ ശ്രമിക്കുന്ന പെങ്ങിനെയും വിമാനത്തെയും ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യാന്തര സമൂഹം ഇന്ന് ഉറ്റുനോക്കുന്നതും.